ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഇത്ര ഭംഗിയായി നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന്? കുഞ്ഞുപൂക്കൾ വിരിയുന്നതും പക്ഷികൾ പാട്ടുപാടുന്നതും നമ്മൾ ശ്വസിക്കുന്നതും എല്ലാം ഒരു അത്ഭുതമല്ലേ? ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ജീവൻ പകരുന്നത് ആരാണെന്നറിയാമോ? അതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും ശ്വസിക്കുന്ന കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഏക ദൈവത്തിൽ 3 ആളുകളുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാം. ഇവർ 3 പേരും 3 ദൈവമാണോ എന്ന്? അല്ല, ഒരു വിളക്കിന്റെ വെളിച്ചവും ചൂടും ജ്വാലയും പോലെയാണത്. 3 കൂടി ചേരുമ്പോഴാണ് ഒരു വിളക്കാകുന്നത്. അതുപോലെ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ഈശോയിൽ നിന്നും പുറപ്പെടുന്ന സ്നേഹത്തിന്റെ അരൂപിയാണ് പരിശുദ്ധാത്മാവ്. ഒരിക്കൽ ഈശോയുടെ ശിഷ്യന്മാർ വലിയ പേടിയിലായിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് ചോദിച്ച് അവർ ഒരു മുറിയിൽ വാതിലടച്ചിരുന്നു. അപ്പോഴാണ് ഒരു അത്ഭുതം നടന്നത്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. അഗ്നിജ്വാലകൾ പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിന്നു. ആ നിമിഷം അവർക്ക് വലിയ മാറ്റമുണ്ടായി. പേടിച്ച് വിറച്ചിരുന്നവർ സിംഹങ്ങളെ പോലെ ധൈര്യമുള്ളവരായി മാറി. അവർക്ക് ലോകത്തിലെ എല്ലാ ഭാഷകളും സംസാരിക്കാൻ കഴിഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് 7 വലിയ സമ്മാനങ്ങൾ തരും. കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ജ്ഞാനം, പാഠങ്ങൾ വേഗം പഠിക്കാനുള്ള ബുദ്ധി, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആലോചന, ലോകത്തെക്കുറിച്ച് പഠിക്കാനുള്ള അറിവ്, തെറ്റുകളെ എതിർക്കാനുള്ള ആത്മശക്തി, ദൈവത്തെ സ്നേഹിക്കാനുള്ള ഭക്തി, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കാനുള്ള ദൈവഭയം. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആ നല്ല കൂട്ടുകാരൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്ന് എന്നെ ഒരു നല്ല കുട്ടി ആക്കണമേ.